എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ്റെ എന്തൊക്കെ നിബന്ധനകളാണ് ഇന്ത്യയും ICCയും അംഗീകരിച്ചതെന്നറിയില്ല. നമുക്ക് മുന്നിലുള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. കളിക്കാർ പരസ്പരം കൈ കൊടുക്കുമോ? പാകിസ്ഥാൻ്റെ വിഹിതം കൂട്ടുമോ? ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ക്രിക്കറ്റ് പുനരാരംഭിക്കുമോ? ബംഗ്ലാദേശിന് ബാൻ വീഴുമോ? എന്നീ ചോദ്യങ്ങളുടെ മറുപടിക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. നമുക്ക് വിശദമായിട്ട് നോക്കാം. 2020 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഇന്ത്യക്കെതിരായ ഗ്രൂപ്പ് ഘട്ട മത്സരം ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പാകിസ്ഥാൻ പിന്മാറി. ഫെബ്രുവരി 15 നടക്കുന്ന ഗ്രൂപ്പ് എ മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കളിക്കാനിറങ്ങും. ഇന്ത്യക്കെതിരെ കളിക്കാൻ പാക് ടീമിന് പാക് സർക്കാർ അനുമതി നൽകി. ഇന്ത്യയിലേക്ക് വരാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് 2020 ലോകകപ്പിൽ നിന്നും പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നേരത്തെ പാകിസ്ഥാൻ ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരുന്നത്. ലാഹോറിൽ നടന്ന പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്, ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ എന്നിവരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പാകിസ്ഥാൻ്റെ തീരുമാനം പിൻവലിച്ചത്. ചർച്ചയുടെയും സൗഹൃദ രാജ്യങ്ങളുടെയും അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ സർക്കാർ പാകിസ്ഥാൻ ദേശീയ ക്രിക്കറ്റ് ടീമിന് 2026 ഫെബ്രുവരി 15 ICC പുരുഷ T20 ലോകകപ്പിലെ നിശ്ചയിച്ച മത്സരത്തിൽ കളിക്കാൻ നിർദ്ദേശം നൽകുന്നു. പ്രസ്താവനയിൽ പാക് സർക്കാർ വ്യക്തമാക്കി. ബഹിഷ്കരണത്തിന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് അന്തിമ തീരുമാനമെടുക്കുമെന്ന് നേരത്തെ PCB ചെയർമാൻ മുഹസിൻ നഖ്വി പറഞ്ഞിരുന്നു. ICCയുമായി നടത്തിയ ചർച്ചയിൽ വിവരങ്ങൾ നഖ്വി പാക് സർക്കാരിനെ ധരിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് തലവൻ അമിനുൽ ഇസ്ലാം ഇന്ത്യക്കെതിരെ കളിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നാലെ സൽമാൻ ആഗയ്ക്കും സംഘത്തിനും പാക് സർക്കാർ പച്ചക്കൊടി വീശിയത്. ICCക്കെതിരായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് ഇന്ത്യക്കെതിരായ T20 ലോകകപ്പ് ബഹിഷ്കരിക്കാൻ പാകിസ്ഥാൻ ഒരുങ്ങിയത്. ഇന്ത്യയിൽ നിന്ന് മത്സരങ്ങൾ മാറ്റുമെന്ന ബംഗ്ലാദേശിൻ്റെ അഭ്യർത്ഥന അംഗീകരിക്കാത്തതും അതുവഴി ബംഗ്ലാദേശിനെ ടൂർണമെൻറ്റിൽ നിന്നും പുറത്താക്കേണ്ടി വന്ന സാഹചര്യവും കണക്കിലെടുത്താണ് പാക് 2020 ലോകകപ്പിൽ ബഹിഷ്കരണത്തിന് ഒരുങ്ങിയത്. എന്നാൽ ബംഗ്ലാദേശിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാൻ നടത്തിയ ബഹിഷ്കരണ ഭീഷണിക്കെതിരെ ICC കടുത്ത നടപടിയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നടത്തിയിരുന്നു. ഇതോടുകൂടിയാണ് ICCയോടുള്ള പ്രതിഷേധം എന്ന നിലയ്ക്ക് ഇന്ത്യക്കെതിരെയുള്ള മത്സരം മാത്രം ബഹിഷ്കരിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത്.